ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് അവരുടെ വിരുന്നും കഴിഞ്ഞ് കാണും ഈ ഒരു ടൈം കൊണ്ട്. നമ്മളൊരു സദ്യ കഴിക്കാൻ പോയ കഥയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ നേരെ മണ്ഡപത്തിലെത്തി. സദ്യയാണ് നമ്മുടെ വിഷയമെങ്കിലും കല്യാണച്ചക്കനെയും പെണ്ണിനെയും കാണാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ അവിടെ പോയി അവരെയും കണ്ട് നേരെ നമ്മൾ സദ്യാലയത്തിലേക്ക് പോയേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇലയിട്ടു, ഓലൻ വന്നു, തോരൻ വന്നു, കിച്ചടി അച്ചാറൊക്കെ വന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഈ കാറ്ററിംഗുകാരൻ എന്നെ ചതിച്ച്. അവിടെ ചെന്നപ്പോഴേ ഇതെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറ് മാത്രം വന്നാൽ മതി. അങ്ങനെ ചോറും വന്നു. അതിലൊരു നീട്ടിയൊരു കുഴി ഇട്ടിട്ട് അതിലേക്ക് പരിപ്പും വാങ്ങിച്ച്. എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാതെ. അങ്ങനെ നമ്മൾ നേരെ പരിപ്പും ചോറുമായിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിൽ സദ്യ കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്പീഡപ്പ് ആക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒന്നങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ നമ്മൾ ചോറും സാമ്പാറും പരിപ്പൊക്കെ കൂട്ടി കഴിച്ച ഉടനെ നമ്മുടെ പ്രഥമൻ വന്നേ. ഈ പ്രഥമൻ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ അടുത്ത ബോളിയും വന്നു. ബോളിയുടെ മുകളിൽ കുറച്ച് പാൽപ്പായസവും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന ചോറിൽ ആ ഒരു മോരും കൂടെ കൂട്ടിയിട്ട് അതും കഴിച്ച് ലാസ്റ്റ് നമ്മുടെ പച്ചമോരും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ പെർഫെക്റ്റ്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈ ഒരു ഇല അങ്ങോട്ട് മടക്കുക, അങ്ങോട്ട് കൈ കഴുകുക, വീട്ടിൽ പോവുക. അപ്പം ശരി, പിന്നെ കാണാവേ.